നിമിഷം കൊണ്ട് മനന വേഗത്തിൽ സമാധാനത്തിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് നമുക്ക് കഴിയും. സർവ്വയുദ്ധങ്ങളും നിന്ന് പോകും. സർവ്വ ആയുധങ്ങളും ഏത് സൈന്യവും താഴെ വയ്ക്കും നല്ല നാരദന്മാരുണ്ടെങ്കിൽ. അപ്പോൾ നാരദന്മാരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അറിവിനെ സ്വീകരിക്കുകയും അറിവിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നാരത്തിന് വേണ്ടിയിട്ട് നാരികൾക്ക് വേണ്ടിയിട്ട് സമസ്ത ജീവപ്രപഞ്ചത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കുകയും അതിനുവേണ്ടി ചരിക്കുകയും അതിനുവേണ്ടി രചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നാരദ ജന്മത്തിൻ്റെ ഉദ്ദേശം. അങ്ങയുടെ ഒരു കാര്യം സംശയം നിർത്തി. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലുമുള്ള ഈ യൂട്യൂബ് ചാനലുകൾ മുതൽ അങ്ങ് വലിയ ചാനൽ വരെ ഉള്ള പ്രവർത്തകർ, അതിൻ്റെ ആ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ സുസൂക്ഷ്മം ഇന്ന് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ എത്തി നിൽക്കുന്ന സമയം ശബരിമല. അവിടെ ശ്രദ്ധിക്കപ്പെട്ടാൽ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടും എന്നതുകൊണ്ടാണോ എന്നറിയില്ല, അല്ല ആർക്കും എന്തും പറയാം എന്നതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെ എന്തും പറയിപ്പിക്കാം എന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഏതർത്ഥത്തിലായാലും അതിൻ്റെ സത്യത്തെ തേടാൻ ഇത് തേടി നിൽക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർ ഇവർ സത്യത്തിൽ അറിവിനെയാണ് തേടാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് അവരുടെ ആ ഭാവത്തിലുള്ളത്. പക്ഷെ അവർക്ക് കിട്ടുന്ന മുഴുവൻ അജ്ഞതയാണല്ലോ. ഈ അജ്ഞതയാണ് കിട്ടുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലയോ ഉണ്ടോ ഒരു സംശയം. രണ്ടാമതല്ലെങ്കിൽ ഇവർ അറിവ് കിട്ടുന്നതിലേക്ക് യാത്ര ചെയ്യേണ്ടവരല്ലേ? ഇവരല്ലേ ഈ ലോകത്തെ ഇനി നന്നാക്കാനും ശ്രമിക്കാനും അല്ലെങ്കിൽ നന്നായി കൊണ്ടുപോകുന്നതിനും നയിക്കേണ്ടത്. അതിനുള്ള മാർഗരേഖ ഉണ്ടാക്കേണ്ടവരാണിവർ. ആ മാർഗരേഖ എവിടുന്ന് കിട്ടിയാലും അറിവിൻ്റെ മാർഗരേഖ സ്വീകരിച്ച് തിരിച്ച് വിളമ്പിക്കൊടുക്കുന്ന ഒരു പ്രക്രിയ ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരാണ്. എൻ്റെ ദൃഷ്ടിയിൽ അവരിതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്നത് അറിവാണെന്ന് വിചാരിച്ചവർ അറിയാതെ വിളമ്പുന്നുണ്ട്. പൂർണ്ണമായിട്ടും അറിവാണോ കിട്ടുന്നത് എനിക്ക് സംശയമുണ്ട്. അവർ ഒന്നുകൂടെ വിചിന്തനം ചെയ്യേണ്ടതല്ല. അങ്ങേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താ? ശരിക്കും പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നാരദന്മാരാണ്. നാരദവൃത്തി എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനമാണ്. അപ്പം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നൊരു നാരദപ്പണിയായിട്ട് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ മാധ്യമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തിലേക്ക് ചരിഞ്ഞാൽ നിൽക്കുന്നത്, ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നത്. കാരണം മാധ്യമ പ്രവർത്തകർ നന്നായാൽ ലോകം നന്നാകും. നമ്മുടെ റിപ്പോർട്ടിംഗ് നന്നായാൽ സർവ്വതും നന്നാകും. ലോകത്തിൻ്റെ സമാധാനം മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നാരദൻ വിചാരിച്ചാൽ നാട് നന്നാകും. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഈ നാരദൻ ആരാന്നറിയില്ലായിരുന്നു. ത്രേതായുഗത്തിലും നിരവധിയായിട്ടുള്ള നാരദ ജന്മങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ രാമായണ കാലഘട്ടത്തിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള പറയുമ്പോൾ ഏഷണി ഉണ്ടാക്കുന്ന ഒരാളെന്നാണ് പൊതുവെ മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. പൊതുവെ എങ്ങനെയാണ് കലഹം ഉണ്ടാക്കാൻ പ്രിയമായ കാരണങ്ങളെ സൃഷ്ടിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള നാരദന്മാരാണ് സകല യുദ്ധങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഏത് യുദ്ധങ്ങൾക്കും പിന്നിൽ നാരദൻ്റെ കുത്സിതമായിട്ടുള്ള കൈകളുണ്ടാകും അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ വാക്കുകളുണ്ടാകും, അല്ലെങ്കിൽ നാക്കുണ്ടാകും. അപ്പോൾ ലോകത്ത് എവിടെയും യുദ്ധം നടക്കുന്നതിൻ്റെ പിന്നിൽ നാരദന്മാരാണ്. നല്ല റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ലോകത്ത് ഒറ്റ നിമിഷം കൊണ്ട് മനന വേഗത്തിൽ സമാധാനത്തിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് നമുക്ക് കഴിയും. സർവ്വയുദ്ധങ്ങളും നിന്ന് പോകും. സർവ്വ ആയുധങ്ങളും ഏത് സൈന്യവും താഴെ വയ്ക്കും നല്ല നാരദന്മാരുണ്ടെങ്കിൽ. അപ്പോൾ നാരദന്മാരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അറിവിനെ സ്വീകരിക്കുകയും അറിവിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നാരത്തിന് വേണ്ടിയിട്ട് നാരികൾക്ക് വേണ്ടിയിട്ട് സമസ്ത ജീവപ്രപഞ്ചത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കുകയും അതിനുവേണ്ടി ചരിക്കുകയും അതിനുവേണ്ടി രചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാരദന്മാരുടെ പ്രവൃത്തി. അതാണ് നാരദ ജന്മത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നാരദൻ അങ്ങനെ നല്ലവനാകണമെങ്കിലോ നാരദൻ്റെ സംസ്കാരവും നല്ലതാണ്. അപ്പോൾ നാരദനിലേക്ക് സംസ്കരിക്കുന്നതും നന്നാവണം. അപ്പോൾ ശിവത്വത്തിലേക്ക് നാരദന്മാർ വന്നാൽ കുടിക്കുന്നതും കഴിക്കുന്നതും ശ്വസിക്കുന്നതും നല്ലതാണെങ്കിൽ മാത്രമാണ് നാരദൻ നന്നാവുകയുള്ളൂ. വലിക്കുന്നത്, കുടിക്കുന്നത്, കഴിക്കുന്നത് ഇത് നല്ലതല്ലെങ്കിൽ നാരദൻ്റെ റിപ്പോർട്ടിങ് വളരെ മോശമാകും. ഇപ്പം നമ്മളുടെ ഒരു രീതിയുണ്ട്, വൈകുന്നേരം 2 പെഗ് അടിച്ചാലാണ് ജേർണലിസ്റ്റുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഒരു പുക കൊടുത്താലാണ് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് വലിക്കാനും കുടിക്കാനും കഴിക്കാനുമെല്ലാം
സാത്വികമല്ലാത്തത് നമുക്ക് ആവശ്യമാണ്. പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നമ്മളെ വീണ്ടും യുദ്ധത്തിലേക്കും കലാപത്തിലേക്കും അതുപോലെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും. പരിസ്ഥിതിയും നന്നാവണം, നമ്മുടെ സ്ഥിതിയും നന്നാകണം. സർവ്വ ലോകത്തിൻ്റെയും സുസ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിതി, അതിൻ്റെ ആവശ്യകതയിലേക്ക് വേണ്ടിയിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും ആദ്യം അറിവിനെ സ്വീകരിക്കുകയും അതിനെ ശരിക്കും പറഞ്ഞാൽ മോഹൻജി പറഞ്ഞാൽ വിളമ്പുകയും ചെയ്യണം. അതിനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതൊരു പാത്രത്തിൽ പത്രമായിട്ട് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ടവർ മുഴുവൻ അസ്വസ്ഥരാകും. ഒരു ദിനപത്രം വായിച്ചാൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ് കണ്ടാൽ. നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 60 രീതിയിലാണ് റിപ്പോർട്ടിങ്. ഒരു പത്രത്തിൽ വാദി പ്രതിയാകും, അടുത്ത് വേറെ ആയിരിക്കും സംഭവം നടക്കുക. ഇത് സംഭവം എന്താണ് അവിടെ നടന്നതെന്ന് മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വിട്ടിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായി അറിയാതെ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത് ഇവരറിവാണ് ആഗ്രഹിക്കുന്നത്, സത്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കിട്ടുന്നത് സത്യമാണെന്ന് ധരിച്ച് ചെയ്യുന്നു. മറ്റൊന്നും കൂടി ഉണ്ട്. ഇവരുടെ മുഖത്തിരിക്കുന്ന കണ്ണടകൾ ജാതിയുടെയും മതത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ കണ്ണട വെച്ചുകൊണ്ടാണ് ഇവർ ഓരോ സംഭവങ്ങളെയും വീക്ഷിക്കുന്നത്. അപ്പോൾ ഓരോ സത്യമാണ്. അത് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നെറ്റിച്ചുളിഞ്ഞിട്ടൊരാവശ്യമില്ല. കാരണം രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും ദേശത്തിനും ഭാഷയ്ക്കും അപ്പുറമാണ് നാരദൻ എന്ന് പറയുന്നത്, ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് അതിർവരമ്പുകളില്ല. എല്ലാ അതിർവരമ്പുകളും അറിവ് കൊണ്ട് ഭേദിച്ചവരാണ് അവർ. അവരൊരു മതത്തിൻ്റെയും വക്താക്കളല്ല. അങ്ങനെയുള്ളവരൊന്നും മാധ്യമപ്രവർത്തകരല്ല, അവർ പക്ഷപാതികളാണ്. പക്ഷപാതികളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നാരദൻ എന്നുള്ളതിൽ നിന്നും ദല്ലാളിലേക്ക് മാറിയിരിക്കുന്നു. ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ചമയ്ക്കുക, എഴുതുക, കലാപങ്ങൾ ഉണ്ടാക്കുക, എപ്പോഴും എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ട് കാതും കണ്ണും കുറിപ്പിച്ചിരിക്കുക, അതിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് എന്താ പറയുക, ഒളിഞ്ഞിരിക്കുക. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവനെ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ജീവനെ പന്താടിക്കൊണ്ടായിരിക്കരുത്. ജാതി മതങ്ങളും എല്ലാം തമ്മിലടിച്ച് രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രചിന്ത ഇല്ലാത്ത, രാഷ്ട്രവിരുദ്ധത പറയുന്ന മാധ്യമ സംസ്കാരം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? എന്താണ് മാധ്യമപ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാധ്യമപ്രവർത്തകരുടെ ഭക്ഷണം മാറിയില്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അരാജകത്വത്തിലേക്ക് നമ്മളെ ഇത് പറയാതെ വയ്യ ആ അവസ്ഥയിലെത്തി നിൽക്കുക. അതെ. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ എല്ലാം തികഞ്ഞവരെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളുടെ മുമ്പിൽ ഒരു ആൾ വന്ന് പറയുന്ന ഒരു കാര്യം, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് ശാസ്ത്രത്തിന് നിരക്കുന്നതാണോ? ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അത് ഏത് മതത്തിൻ്റെ വക്താവായിക്കോട്ടെ, ഏത് ജാതിയുടെ വക്താവായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളായിക്കോട്ടെ, അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ട്? ആ വിശ്വാസങ്ങൾ അത് ജനങ്ങൾക്ക് ആവശ്യമാണോ? ഈ വിശ്വാസം, ഈ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സമൂഹത്തിൽ എത്രമാത്രം ദൂഷ്യം ചെയ്യുന്നുണ്ട്? ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പൊരുളുണ്ടോ? ഒരു ചെറിയ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടോ? അതല്ലേ നമ്മൾ തിരയേണ്ടത്. ആർക്കും എന്തു നുണയും പറയാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പേരിൽ നുണകൾ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ അധപ്പതിച്ച് നിൽക്കുകയാണ്. പരസ്പരം ദൈവത്തിൻ്റെ പേരിൽ മത്സരിച്ച് നുണകൾ പറയുകയും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും മാറണമെങ്കിൽ അവരുടെ ഭക്ഷണം മാറിയേ പറ്റും. സാത്വികമായിട്ടുള്ളത് കുടിക്കാതെയും സാത്വികമായിട്ടുള്ളത് ഭുജിക്കാതെയും സാത്വികമായിട്ടുള്ളത് ശ്വസിക്കാതെയും മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് അതൊരു മാധ്യമപ്രവർത്തനമല്ല. ശരിക്കും ലോകനാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. അതൊരു തുടക്കക്കാരാണ്. അത് നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഈ ലോകത്തെ യുദ്ധത്തിലേക്കും ദുരന്തത്തിലേക്കും പട്ടിണിയിലേക്കും അരാജകത്വത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. മാധ്യമപ്രവർത്തകർ നന്മയിലേക്ക് നയിക്കുന്നവരാവണം, തിരിഞ്ഞു വരണം മാധ്യമപ്രവർത്തകർ. ആർക്കും സല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തകർ തിരിഞ്ഞു നിൽക്കണം. സത്യത്തിന് നേരെ മാധ്യമപ്രവർത്തകനെ കാണുമ്പോൾ വന്നിക്കാൻ തോന്നണം. അതെ, സത്യത്തിന് നേരെ തിരിഞ്ഞു നിൽക്കണം. സത്യത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിലേക്ക് ക്യാമറ വയ്ക്കൂ, സത്യത്തിലേക്ക് തിരിഞ്ഞു നിൽക്കൂ. അസത്യത്തെ തുറന്ന് കാണിക്കേണ്ട, സത്യത്തെ മാത്രം പറഞ്ഞാൽ. സത്യമാണ് നിറഞ്ഞിരിക്കുന്നത് ലോകത്ത്, അസത്യം മറഞ്ഞിരിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന അസത്യത്തെയാണ് നിങ്ങളിപ്പോൾ നിറഞ്ഞിരിക്കുന്നതായിട്ട്
പറയുന്നു. നിറഞ്ഞിരിക്കുന്നതിനെ കാണാൻ പറ്റുന്നില്ല. നിറഞ്ഞിരിക്കുന്നതിനെ കാണാൻ പറ്റുന്നില്ല, മറഞ്ഞിരിക്കുന്നതിനെ തപ്പി എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരികയാണ്. സത്യം, ധർമ്മം, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് നമ്മളുടെ തൂലികയും നമ്മുടെ ക്യാമറയും എല്ലാം ചലിക്കട്ടെ. വളരെ നന്ദി, നമസ്കാരം. Program sponsored by Murikarote.